കേരള രാഷ്ട്രീയത്തിലെ ഒരു ഇരുണ്ട അധ്യായമാണ് സി സദാനന്ദൻ എന്ന പേര്. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തെ രാഷ്ട്രീയ വൈരാഗ്യം എങ്ങനെ തകർത്തെറിയുന്നു എന്നതിന്റെ വേദനിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തലാണത്. 1994 ജനുവരി 25-ന് കണ്ണൂരിൽ നടന്ന ഒരു ക്രൂരമായ ആക്രമണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്നെ എന്നേക്കുമായി മാറ്റിമറിച്ചു. അന്ന് RSS നേതാവായിരുന്ന സി സദാനന്ദൻ തന്റെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. എന്നാൽ രാഷ്ട്രീയ പക മനസ്സിൽ കൊണ്ടു നടന്ന ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ പതിയിരുന്ന് ആക്രമിച്ചു. ഈ ആക്രമണത്തിന്റെ ലക്ഷ്യം അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നില്ല, മറിച്ച് ജീവിച്ചിരിക്കെ തന്നെ ഒരു മനുഷ്യനെ തളർത്തുക എന്നതായിരുന്നു. മാരകായുധങ്ങളുമായി എത്തിയ ആക്രമികൾ സദാനന്ദന്റെ കാലുകൾ അറുത്തുമാറ്റി. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ഒരു മനുഷ്യൻ തന്റെ ജീവിതം മുഴുവൻ കൃത്രിമ കാലുകളുമായി ജീവിക്കാനായി വിധിക്കപ്പെട്ടു. ഈ ക്രൂരമായ ആക്രമണം കേരള രാഷ്ട്രീയത്തിൽ ഒരു മുറിപ്പാടായി ഇന്നും അവശേഷിക്കുന്നു. നീതിക്കായുള്ള പോരാട്ടവും രാഷ്ട്രീയ അധാർമികതയും പരിശോധിക്കുമ്പോൾ സദാനന്ദന് നീതി ലഭിക്കാൻ 3 പതിറ്റാണ്ടിലേറെയാണ് കാത്തിരിക്കേണ്ടി വന്നത്. നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ പ്രതികൾ കുറ്റക്കാരാണെന്ന് നമ്മുടെ കോടതി കണ്ടെത്തി. എന്നാൽ ഹൈക്കോടതി ചിലരെ വെറുതെ വിട്ടുവെങ്കിലും മറ്റ് പ്രതികളുടെ ശിക്ഷ കഠിനമാക്കി. 7 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ഹൈക്കോടതി വിധിച്ചു. പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ച പ്രതികളുടെ ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാൻ നമ്മുടെ സുപ്രീം കോടതി തയ്യാറായില്ല. നിയമവ്യവസ്ഥയുടെ അന്തിമ വാക്ക് എത്ര ശക്തമാണെന്ന് ഈ വിധിയിലൂടെ തെളിയിക്കപ്പെട്ടു. ഈ നിയമ പോരാട്ടത്തിൽ CPM-ന്റെ നിലപാടുകൾ വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. പ്രതികളെ സംരക്ഷിക്കാൻ CPM നേതൃത്വം എല്ലാ ശ്രമങ്ങളും നടത്തി. ശിക്ഷിക്കപ്പെട്ട പ്രതികൾ കോടതിയിൽ കീഴടങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് അവർക്ക് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ യാത്രയയപ്പ് നൽകിയത് നിയമവ്യവസ്ഥയെ പരസ്യമായി അവഹേളിക്കുന്നതിന് തുല്യമായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ പ്രവർത്തകർ ചെയ്ത കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കുകയും കുറ്റവാളികളെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നത് ജനാധിപത്യ സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാനാവാത്ത കാര്യമാണ്. തങ്ങളുടെ പ്രവർത്തകർ എന്ത് തെറ്റ് ചെയ്താലും അവരെ സംരക്ഷിക്കുമെന്നുള്ള CPM-ന്റെ ധാർഷ്ട്യം നിറഞ്ഞ സമീപനം ഈ സംഭവത്തിലൂടെ വീണ്ടും വ്യക്തമായി. സദാനന്ദന്റെ ജീവിതം ക്രൂരമായ അക്രമത്തിന് ഇരയായിട്ടും സദാനന്ദൻ തളർന്നിരുന്നില്ല. സാധാരണക്കാരനായി തുടങ്ങിയ അദ്ദേഹം ഇന്ന് രാജ്യസഭ MP എന്ന നിലയിലേക്ക് വളർന്നു. അദ്ദേഹത്തിന്റെ ഈ ഉയർച്ച രാഷ്ട്രീയ അക്രമങ്ങൾക്കെതിരെയുള്ള ശക്തമായ ഒരു മറുപടിയാണ്. അടുത്തിടെ അദ്ദേഹത്തെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കിയതും തുടർന്ന് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തതും അദ്ദേഹത്തിന്റെ ജീവിത പോരാട്ടങ്ങൾക്കുള്ള അംഗീകാരമായി കണക്കാക്കാം. CPM നേതാക്കളുടെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ സദാനന്ദൻ കാണിച്ച ധൈര്യം മാതൃകാപരമാണ്. ശാരീരികമായ വൈകല്യങ്ങൾ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തെ ഇല്ലാതാക്കിയില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഈ ഉയർച്ച പ്രതികാര രാഷ്ട്രീയത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഇതൊരു കേവലം രാഷ്ട്രീയപരമായ ഒരു അംഗീകാരമല്ല, മറിച്ച് അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു സമൂഹത്തിന് തന്നെ മറുപടി കൂടിയാണ്. സദാനന്ദനെ പോലെയുള്ളവർ രാജ്യസഭയിൽ എത്തുന്നത് അക്രമ രാഷ്ട്രീയത്തിന്റെ ഭീകരമുഖം നിയമനിർമ്മാണ സഭകളിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനായി സഹായിക്കും. ഈ സദാനന്ദന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുന്ന ഈ ക്രൂരമായ രാഷ്ട്രീയം കേരളത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടണം എന്നതാണ്. ജനാധിപത്യത്തെയും മാനുഷിക മൂല്യങ്ങളെയും മാനിക്കാത്ത ഒരു പ്രസ്ഥാനത്തിന് അധികകാലം നിലനിൽപ്പില്ല. ഈ സദാനന്ദനെ പോലെയുള്ളവർക്ക് നീതി ലഭിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ സമാധാനം നിലനിൽക്കുന്നത്. ഈ കനൽ കെട്ടുപോകുമ്പോൾ മാത്രമാണ് കേരളത്തിന് അതിന്റെ യഥാർത്ഥ സമാധാനം തിരികെ ലഭിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.